നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വിത്ത് മഹത്വത്തിന്റെ വിത്ത്. ആ വിത്ത് എവിടെ നടന്നു എന്നുള്ളത് ഒരു സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിനകത്ത് നട്ടാൽ അത് കിളുക്കും. ആ മണ്ണ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്ത് നിറച്ച് മണ്ണ് വെച്ചിട്ട് ഇത് നട്ടാൽ അത് കിളുക്കും, പക്ഷേ നിലനിൽക്കത്തില്ല. ഒരു കപ്പിനകത്ത് കൊണ്ടുപോയി നട്ടാൽ കിളുക്കും, ഒരു അടിയൊക്കെ വരുമ്പം കാര്യം വേരിന് പോകാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് നമ്മളെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആരോടാ കൂട്ട് വെക്കുന്നത്, നമ്മൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ മുന്നേറാൻ പറയാനും പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നത്, അതാണ് നല്ല ഹൃദയം. അതുകൊണ്ടാണ് ഈ വചനത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു, വിതയ്ക്കാൻ പോയവൻ വചനം വിതച്ചു. പിന്നെയുള്ളത് മുഴുവൻ വ്യാഖ്യാനം നിലത്തിന്റെ മെന്മയായിരുന്നു. ചിലർ പാറയിന്മേൽ വീണു, മുള്ളിന്റെ ഇടയിൽ വന്നു. അപ്പോൾ നമ്മുടെ ഇടുക്കം തോറും ഇതിന് വളരാൻ സ്ഥലമില്ല. അതേ സമയത്ത് എൻ്റെ കർത്താവ് യേശുവാ, ഹി ഈസ് ഏബിൾ ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വചനം നല്ല നിലത്ത് വീഴാനല്ലോ സാധ്യതയിൽ. ഇറ്റ്സ് സോ വണ്ടർഫുൾ. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കേണ്ടി. നമ്മുടെ വായിന്ന് അനുഗ്രഹം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മേൽ അനുഗ്രഹം വരും. അതുകൊണ്ടാണ് മനസ്സ് എപ്പോഴും ഫ്രീ ആയിരിക്കും. ആ മനസ്സ് ഫ്രീ ആകുന്ന എവിടെയാ? കർത്താവിൽ ആശ്രയിക്കുമ്പോൾ.